എല്ലാവരും ഇന്ത്യനെ കണ്ടല്ലോ, കണ്ടിട്ട് എന്താ പറയാനുള്ളത്? ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ബ്രൈഡിനെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും ചെറിയ കാര്യം ഉണ്ടെങ്കിൽ പടങ്ങി പോയി അപ്പുറത്തെ ബെഞ്ചിൽ പോയി കരച്ചിലും വേണ്ട ബഹളമാണ്. എല്ലാവർക്കും നമ്മുടെ സുന്ദരിയാണ്, അതിബുദ്ധിമതിയാണ്. ഫോട്ടോസ് അയച്ചു തന്നിട്ട് ഇത് സ്റ്റാറ്റസ് ഇടണം, എന്റെ വൈറലാക്കണം. എന്ത് പ്രോഗ്രാം ഉണ്ടെങ്കിലും ഇന്ദു ഉണ്ടെങ്കിൽ വൈബാണ്. ഞങ്ങളെല്ലാവരും ഇന്ദുവിൻ്റെ ഫ്രണ്ട്സാണ്. ഇന്ദു എന്ന് പറയുമ്പോൾ 5ാം ക്ലാസ്സിൽ നമ്മളെ സ്കൂളിൽ വന്ന് കയറുകയും അതോടൊപ്പം നമ്മുടെ മനസ്സിലും കയറുകയും ചെയ്തൊരു കുട്ടിയാണ്. ഇനിയും എന്നും നമ്മൾ അങ്ങനെ തന്നെ ഒന്നിച്ച് തന്നെ ഇരിക്കും. സമയം ഞങ്ങൾ സ്പെൻഡ് ചെയ്തോണ്ടിരുന്ന ഇന്ദുവിന്റെ വീട്ടിലാണ്. ഇന്ദു ഇല്ലെങ്കിൽ പോലും ഞങ്ങളാണ് ഇന്ദുവിന്റെ വീട്ടിൽ ഫുൾ ടൈം ഉണ്ടാവാറ്. 2ാം ക്ലാസ് മുതൽ ഇങ്ങനെ ഉള്ള ഒരു ഫ്രണ്ട്ഷിപ്പാണ്. എൻ്റെ വീട് കഴിഞ്ഞാൽ എനിക്ക് ഏറ്റവും കൂടുതലും പ്രൈവസി ഉള്ള ഇന്ദുവിൻ്റെ അവിടെയാണ്. ഞാൻ പെട്ടെന്നും ഒരാളടുത്ത് വലിയ അറ്റാച്ച് ആവത്തില്ല. പക്ഷെ അവളായിട്ട് എന്ന് വെച്ചാൽ എൻ്റെ ഏറ്റവും ഒരു പ്രഷ്യസ് ഗിഫ്റ്റാണ് ഇന്ദു. ഞാൻ ഇന്ദുവിൻ്റെ കൂടെ ലോ കോളേജിൽ പഠിച്ചതാണ്. ഇവർ ഇന്ദുവിൻ്റെ കൂടെ KV സ്കൂളിൽ പഠിച്ചതാണ്. അപ്പം നമ്മൾ ഇത്രയും പേരും ഇങ്ങനെ ഒരു ബോണ്ട് ഉണ്ടാവാൻ കാരണം ഇന്ദു ആണ്. ഇന്ദു എനിക്ക് എങ്ങനെയാണോ അതുപോലെയാണ് ഇവരെല്ലാവരും എനിക്ക്. ഇന്ദു എന്ന് പറഞ്ഞാൽ നമ്മളെ സ്കൂളിൽ എല്ലാ പരിപാടിക്കും നമ്മളെ കൂടെ ഉണ്ടായിരുന്ന ഒരാളാണ്. എല്ലാ അലമ്പിനും എല്ലാത്തിനും കൂടെ ഉണ്ടായിരുന്നതാണ്. ഞങ്ങളിപ്പോ ഒരുമിച്ച് കൂടി കഴിഞ്ഞ കുറെ വീഡിയോ എടുക്കും. ഭയങ്കര അലമ്പായിരുന്നു ഞങ്ങള്. പക്ഷെ ഇന്ദു എന്ന് പറയുന്ന ഒരാൾ ഉണ്ടായിരുന്നില്ലെങ്കിൽ നമ്മൾ എന്ന് പറഞ്ഞാൽ ഈ ഫ്രണ്ട് സർക്കിൾ പോലും ചിലപ്പോൾ ഉണ്ടാവില്ലായിരുന്നു. ഇന്ദു ആണ് സത്യം പറഞ്ഞാൽ ഞങ്ങളുടെ ഇടയിലുള്ള ഒരു മാഗ്നറ്റ്. കല്യാണമായെന്ന് എനിക്ക് ഒട്ടും വിശ്വസിക്കാൻ പറ്റുന്നില്ല. അതിൻ്റെ ഒരു സന്തോഷമാണ്. എന്തോ ഒരു പറയാൻ കിട്ടുന്നില്ല അവളെ കുറിച്ചുള്ള വാക്കുകൾ. ഷഹനാസ് ആയാലും മഹിമേൽ എല്ലാവരും ഞങ്ങളെല്ലാവരും ഇപ്പോഴും ഒരുമിച്ച് നിർത്തുന്നത് സത്യം പറഞ്ഞാൽ ഇന്ദു തന്നെയാണ്. ഇപ്പോഴും പറയുമ്പോഴും വിശ്വസിക്കാൻ പറ്റില്ല ഇന്ദുവിന്റെ കല്യാണമാണ്. ഇമോഷണൽ ആയിപ്പോ ഞങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ദു നമ്മളുമായിട്ട് വർഷങ്ങളായിട്ടുള്ള ബന്ധമാണ്. നമ്മൾ സ്കൂളിൽ നിന്ന് ഇറങ്ങിയ വലിയൊരു കൂട്ടം ആൾക്കാരുണ്ട്. അതിൽ പല ആൾക്കാരും ഇവിടെ ഇല്ല. എന്നാൽ പോലും നമ്മൾ തമ്മിൽ ഇപ്പോഴും വർഷങ്ങളായിട്ട് ആ ഒരു ബന്ധം ഇപ്പോഴും അതിങ്ങനെ മുന്നോട്ട് ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്. അതിനി എന്നും കാണും. സ്കൂളിൽ എത്ര വർഷം കൊണ്ടുള്ള ഫ്രണ്ട്ഷിപ്പ് ആണെന്നോ ഞങ്ങൾക്ക് എണ്ണാൻ പോലും അറിയത്തില്ല. അത്രയും കുറേ നാളായി ഞങ്ങൾ ഒരുമിച്ച്. സത്യം പറഞ്ഞാൽ ഇന്ദു ആണ് എല്ലാം ഞങ്ങളുടെ ഇടയിലുള്ളത്. ഇനി എത്ര പറഞ്ഞാലും അതും മതിയാവൂല. ആക്ച്വലി സത്യം പറഞ്ഞാൽ ഈ ഒരു കൂട്ടുകെട്ട് ഇപ്പം ഇങ്ങനെ വലുതായിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ ആൾക്കാരായിട്ട് ഇതുപോലെ കല്യാണം കഴിഞ്ഞുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഫാമിലി എന്ന് പറയുന്നത് ഇങ്ങനെ പിന്നെയും ഇതിങ്ങനെ വളർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം അതിനിയും ഇങ്ങനെ തന്നെ പോട്ടെ. എല്ലാവരും വളരുന്നതിൻ്റെ കൂടെ രസകരമായിക്കൊണ്ടിരിക്കും. ഞങ്ങൾക്ക് 12:30 സ്കൂൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയമാണ്. പക്ഷെ 12:30 1 മണിയായാലും ഞങ്ങൾ ഇന്ദുവിന്റെ വീട്ടിൽ TV കണ്ടോണ്ടിരിക്കുകയാണ്. ഇന്ദുവിന്റെ വീട്ടിൽ നിന്ന് നമുക്ക് സ്കൂളിലോട്ട് നടന്നു പോകാനുള്ള ദൂരേ ഉള്ളൂ. അപ്പൊ നമ്മൾ ഓടി അവിടെ എത്തുമ്പോഴത്തേക്കും അസംബ്ലി ഒക്കെ കഴിഞ്ഞ് ക്ലാസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവും. എന്നാലും എല്ലാ ദിവസവും ഇത് തന്നെ ലേറ്റ് ആയിട്ട് പോകും. ഏറ്റവും കൂടുതൽ സ്കൂളിലെ സമയത്തിന് കാട്ടിലും സ്പെൻഡ് ചെയ്തിരിക്കുന്നത് എനിക്ക് തോന്നുന്നു ഇന്ദുവിന്റെ വീട്ടിലാണെന്ന്. കല്യാണം കഴിച്ച് വേറൊരു വീട്ടിലേക്ക് പോവുകയാണെങ്കിലും നമ്മൾ മുമ്പേ തന്നെ അമലെണ്ണനെ നമ്മുടെ കൂട്ടത്തിൽ ഉള്ള ഒരാളെ പോലെ ആക്കി എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് നമുക്കും അങ്ങോട്ട് പോകാനോ വരാനോ ഉണ്ടാവും നമുക്ക് തോന്നുന്നില്ല. സന്തോഷം. അവൾ ഹാപ്പി മാരീഡ് ലൈഫ് നല്ലപോലെ ജീവിക്കട്ടെ. അവൾ ചേട്ടനോട് അടിച്ചു പൊളിച്ച് വഴക്കിടാതെ അഡ്ജസ്റ്റ് ചെയ്ത് തമ്മിൽ അടിയില്ലാതെ ജീവിക്കുക. ഇപ്പോൾ ഇന്ദുവിൻ്റെ കല്യാണമാണ്. ഞങ്ങളെല്ലാവരും ഒത്തുകൂടിയിട്ടുണ്ട് അടിച്ച് പൊളിക്കാൻ. ഇത് കഴിഞ്ഞിട്ടൊന്ന് അടിച്ച് കയറണം. ഞങ്ങളുടെ ഇന്ദു മോൾക്ക് ഹാപ്പി മാരീഡ് ലൈഫ്.